ലീന ചിന്നമ്മയാണെന്ന തിരിച്ചറിവിൽ കുട്ടിച്ചായൻ അഥവാ സ്റ്റാലിയുടെ അപ്പൻ അങ്ങനെ കുട്ടിച്ചായനെ പിരിയേറ്റിക്കൊണ്ട് നമ്മുടെ ജോലിക്കാർ സ്റ്റാലിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. സ്റ്റാലിൻ്റെ അടുത്തെത്തിയതും നമ്മുടെ കുട്ടിച്ചായനാണെങ്കിൽ സ്റ്റാലിനോട് പറയുന്നത് അലീനയെ പറഞ്ഞു വിടാൻ തന്നെയാണ്. അലീന എന്ന അവളെ നീ മകളായി സ്വീകരിക്കുന്നത് നിനക്കൊരുപാട് പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കും മോനെ, നീ അത് മനസ്സിലാക്കടാ എന്ന് പറയുമ്പോൾ ഒരിക്കലുമില്ലപ്പ, അവളെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പനും നേരിൽ കാണുമ്പോൾ അത് മനസ്സിലാവും എന്ന് പറയുമ്പോൾ ഇല്ല മോനെ, അവൾ വല്ല സൂത്രശാലിയൊക്കെ ആയിരിക്കും, വല്ല മായാജാലം കയ്യിലുള്ളവളായിരിക്കും എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ അപ്പൻ ഒരു തവണ കണ്ടു നോക്ക്, അപ്പോൾ അപ്പൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ ലഭിക്കുമെന്ന് പറയുകയാണ്. എന്തിനാ അവളെ കാണുന്നത്? അവൾ ഇപ്പോഴൊന്നും കാണണ്ട മോനെ, ഞാൻ പറയുന്നത് കേൾക്ക്. നിൻ്റെ ഭാര്യയോടും മക്കളോടും നിനക്ക് ഉത്തരം പറയേണ്ടി വരും. ഒടുവിൽ അവർക്ക് മുൻപിൽ നിനക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വരും. ഈ അപ്പം പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം എനിക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാകുന്നുണ്ടപ്പ, പക്ഷേ അവളെ തള്ളിക്കളയാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അവൾ എൻ്റെ മകളാണ്. എൻ്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവൾക്ക് ഞാൻ ആ സ്ഥാനം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏതൊരു ശക്തി വിചാരിച്ചാലും എൻ്റെ ആ തീരുമാനത്തിൽ നിന്നും എന്നെ മാറ്റാനായിട്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ മോനെ, നിനക്കവൾ വല്ല കൈവശവും തന്നോടാ എന്ന് ചോദിക്കുമ്പോൾ കൈവശമൊന്നും അല്ലപ്പ, അവളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൻ്റെ മനസ്സ് മാറും എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സൊന്നും മാറാനായിട്ട് പോകുന്നൊന്നുമില്ല. വെറുതെ വേലിയിൽ കിടക്കുന്ന പാമ്പിനെ നീ എന്തിനാണ് മകനെ നിൻ്റെ ഇവിടെ പെരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? കൂടാതെ തന്നെ ഒരുപാട് ഉപമകളും നമ്മുടെ കുട്ടിച്ചായൻ സ്റ്റാലിയോട് പറയുന്നുണ്ട്. പക്ഷേ സ്റ്റാലി അതൊന്നും കേൾക്കാൻ തയ്യാറല്ല എന്ന് കാണാം. എൻ്റെ മകളെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല എന്നും അവളെ ഞാൻ എൻ്റെ കൂടെ തന്നെ നിർത്തുമെന്നും സ്റ്റാലി അപ്പനോട് പറയുമ്പോൾ ഇതെന്തൊരു വാശിയാടാ, അവൾ കാരണം നിനക്ക് ഒരുപാട് നാണം കെടേണ്ടി വരും, തല കുനിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നീ മര്യാദയ്ക്ക് അവളെ പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ അപ്പനോട് ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. അവളെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ മകളെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അപ്പൻ അവളെ കൊണ്ട് വിടാൻ പറയില്ല എന്ന് പറയുന്നു. ഒടുവിൽ സ്റ്റാലിയാണെങ്കിൽ അലീനയെ വിളിക്കുകയാണ് എന്നും കാണാൻ കഴിയുന്നുണ്ട്. അതിനു മുമ്പ് വരെ നമ്മുടെ അപ്പനാണെങ്കിൽ ആ പെൺകുട്ടിയെ നീ എവിടെ നിന്ന് ഇടിച്ചുകൊണ്ട് വന്നോ, വിളിച്ചിട്ട് വന്നോ, അവിടെ തന്നെ വിടടാ മോനെ, അതാടാ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ തിരിഞ്ഞു നിൽക്കുന്ന സമയം അലീന വരികയാണ് നമ്മുടെ കുട്ടിച്ചായൻ്റെ അടുത്തേക്ക്. ഇതേ സമയം പെട്ടെന്ന് തന്നെ കുട്ടിച്ചായൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ചിന്നമ്മയായ തൻ്റെ ഭാര്യ തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന മാതിരി തോന്നുകയാണ് നമ്മുടെ കുട്ടിച്ചായന്. ഇതേ സമയം കുട്ടിച്ചായൻ അറിയാതെ വിളിച്ചു പോകുന്നുണ്ട് ചിന്നമ്മ എന്ന്. ഇതേ സമയം അതേ അപ്പ, നമ്മുടെ അമ്മച്ചിയുടെ മുഖച്ഛായ തന്നെയാണ് ഇവൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ സമയം കുട്ടിച്ചായൻ തൻ്റെ പേരക്കുട്ടിയെ അടുത്തേക്ക് വിളിക്കുന്നു. മോളെ അടുത്തേക്ക് വരൂ എന്ന് പറയുന്നു. ഞാനാണ് നിൻ്റെ അപ്പാപ്പനാണ് എന്ന് കുട്ടിച്ചായൻ ആ സമയം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇതേ സമയം സ്റ്റാലിൻ ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് അത്ര നേരം വരെ അവളെ കൊണ്ടുവിടാനും അവളെ ഉപേക്ഷിക്കാനുമൊക്കെ പറഞ്ഞ ആൾ മുഖം കണ്ട പാടെ ഞാൻ അപ്പൂപ്പനാണ് എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ സ്റ്റാലിൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ അപ്പനും ഇപ്പോൾ തൻ്റെ പക്ഷത്തായി, ഇനി ആരെയും പേടിക്കാനില്ല എന്ന് സ്റ്റാലിൻ മനസ്സിലാക്കുന്നു. തുടർന്ന് നിങ്ങൾ
ആ അപ്പനും അതായത് മുത്തശ്ശനും കൊച്ചുമോളും സംസാരിക്കെ ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറയുന്നു. അലീനയോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ കുട്ടിച്ചായൻ തിരിച്ചറിയുന്നുണ്ട് തൻ്റെ പേരക്കുട്ടി ഒരുപാട് കഷ്ടതയും യാതനയും പീഡനങ്ങളും സഹിച്ചാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അവളുടെ മനസ്സിൽ സന്തോഷിക്കാനായിട്ട് സന്തോഷത്തിൻ്റെ ഒരു ഓർമ്മ പോലുമില്ല. അതുകൊണ്ട് തന്നെ അവളെ സന്തോഷിപ്പിക്കണമെന്നുള്ള ആ ചിന്ത നമ്മുടെ കുട്ടിച്ചായന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിച്ചായൻ തൻ്റെ പേരക്കുട്ടിയുടെ കൂടെ താമസിക്കാൻ തുടങ്ങുകയാണ്. ഒടുവിൽ സ്റ്റാൻലിയോടും കുട്ടിച്ചായൻ അത് പറയുന്നുണ്ട്. അവളെ നീ മകളായി തന്നെ ഏറ്റെടുക്കണം, അവളെ വിട്ടുകളയേണ്ടതില്ല, ഈ അപ്പൻ നിന്നോട് പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി സന്തോഷിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവളുടെ മനസ്സിൽ നല്ല ഓർമ്മകളൊന്നുമില്ല. നമുക്ക് അവളുടെ മനസ്സിലെ ആ യാതന നിറഞ്ഞ സമയങ്ങളെ എടുത്തു കളഞ്ഞ് സന്തോഷം നിറയ്ക്കണമെന്ന് പറയുമ്പോൾ അതുതന്നെയാണപ്പാ ഞാനും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ മോള് ഒരുപാട് സഹനങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒന്നുമില്ലാതെ അവൾ ജീവിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ സെറ്റപ്പിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ മകള് വെറും അനാഥയെപ്പോലെ അനാഥ മന്ദിരത്തിൽ വസിക്കുകയായിരുന്നു. ആ സമയം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവളെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ കൊണ്ട് നിർത്തിയേനെ. എന്നോട് അവരാരും അത് പറയാതെ വലിയൊരു ദ്രോഹത്തിന് എന്നെയും കൂട്ടുപിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇതേ സമയം മോനെ, ഇനി ഇപ്പോൾ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. നീ അവളുടെ മനസ്സിൽ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ 23 വർഷക്കാലത്തിൻ്റെ ഓർമ്മകൾ സമ്മാനിക്കാൻ ശ്രമിച്ചാൽ മതി എന്ന് പറയുന്നു. അതേസമയം എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവളെ നമ്മുടെ വീട്ടിലൊന്ന് കൊണ്ടുപോകാം. വീട്ടിൽ കൊണ്ടുപോയി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. തുടർന്ന് എല്ലാവരോടും നമുക്ക് സത്യവും പറയാമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ കുട്ടിച്ചായൻ തന്നെ അലീനയെയും കൊണ്ട് അലീനയുടെ കൈ പിടിച്ച് തറവാട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അലീനയുടെ മുഖം കണ്ടതും എല്ലാവരും അമ്മ വന്ന സന്തോഷത്തിലേക്ക് മാറുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. തുടർന്ന് അവരുടെ എല്ലാവരുടെ അടുത്തും സത്യം തുറന്നു പറയുകയാണ് സ്റ്റാൻലിയും അപ്പനായ കുട്ടിച്ചായനും. അവരെല്ലാവരും അലീനയെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അലീനയ്ക്ക് അതിൽ പരമൊന്നും നേടാനില്ല. അലീന വെറും അലീന, അങ്ങനെ അലീന സ്റ്റാൻലിയാകുന്ന കാഴ്ച കാണാം.